മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിന് ഉപാധികളുടെ മുൻകൂർ ജാമ്യം. ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകണമെന്ന് കോടതി. ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ വിലക്കയറ്റം തുടങ്ങി. മുട്ടയ്ക്കും ഇറച്ചിക്കും തൊട്ടാൽ പൊള്ളുന്ന വില. വൻതോതിൽ കേക്ക് നിർമ്മാണം നടക്കുന്നതും മുട്ടവില ഉയരാൻ കാരണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. സംസ്കാരം നാളെ നടക്കും. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ചലച്ചിത്ര രംഗത്ത് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്താണ് ജനിച്ചത്. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു. ശ്രീനിവാസന്റെ ഭൂരിഭാഗം വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നവയാണ്. പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയാണ്. 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷമായിരുന്നു സിനിമാ പ്രവേശം. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അറബിക്കഥ, ആത്മകഥ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് ശ്രീനിവാസൻ പൊന്നാക്കി മാറ്റിയിരിക്കുന്നത്. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടിയായ ശ്യാമള, വടക്കുനോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിന് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു കോടതി. ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സമാനമായ കേസുകളിൽ അകപ്പെടാൻ പാടില്ല എന്നിവയാണ് മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. കഴിഞ്ഞ മാസം 6 പരാതിക്ക് ആസ്പദമായ സംഭവം. ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയും ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലാണ് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത്. സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടലിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞുമുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാണിച്ച് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസിനോടും ചലച്ചിത്ര പ്രവർത്തക പരാതി ആവർത്തിച്ചു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത്. മീഡിയ ടൈം, കൊച്ചി. ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ വിലക്കയറ്റം തുടങ്ങി. മുട്ടയ്ക്കും ഇറച്ചിക്കും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ശൈത്യകാലമായതിനാൽ മുട്ടയ്ക്കും ഇറച്ചിക്കും ആവശ്യക്കാർ കൂടിയതോടെയാണ് വില വർധന. ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി മുന്നിൽ കണ്ടുകൊണ്ട് വൻതോതിൽ കേക്ക് നിർമ്മാണം നടക്കുന്നതും മുട്ടവില ഉയരാൻ കാരണമായി. നിലവിൽ കോഴിമുട്ടയ്ക്ക് 8 രൂപയും താറാവ് മുട്ടയ്ക്ക് 12 രൂപയുമാണ് വില. കഴിഞ്ഞ വർഷം ഇതേ മാസം കോഴിമുട്ടയ്ക്ക് 5 രൂപ 50 പൈസയും താറാവ് മുട്ടയ്ക്ക് 8 രൂപയുമായിരുന്നു വില. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി മുന്നിൽ കണ്ടുകൊണ്ട് വൻതോതിൽ കേക്ക് നിർമ്മാണം നടക്കുന്നതും മുട്ടവില ഉയരാൻ കാരണമായി. പൗൾട്രി മേഖലയിൽ 1 വർഷത്തെ പ്രതീക്ഷയുടെ തുടക്കമാണ് ക്രിസ്മസ് പുതുവത്സര സീസൺ. ഡിസംബർ ജനുവരി മാസത്തെ കച്ചവടത്തിൽ നിന്നാണ് ഉൽപ്പാദന ചിലവിനേക്കാൾ കൂടുതൽ തുക കിട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പക്ഷിപ്പനിയും അതേ തുടർന്നുണ്ടായ നിരോധനവും കോഴി താറാവ് മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു.
നാമക്കലിൽ മുട്ടവില ഉയരുന്നതും സംസ്ഥാനത്തെ മുട്ടവില വർധനവിന് കാരണമായി. കേരളത്തിൽ ദിനംപ്രതി 2 കോടിയിലധികം മുട്ടയാണ് ആവശ്യമുള്ളത്. ലൈവ് ചിക്കൻ 135-140 രൂപയാണ് വില. ഇത് ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾ അടുക്കുമ്പോൾ കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു. മീഡിയ ടൈം, മാള. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നൽകിക്കൊണ്ട് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ നവീകരിച്ച ഷോറൂം അഷ്ടമിച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഷോറൂമിനോട് ചേർന്ന് ഫസ്റ്റ് ഫ്ലോറിൽ 22,000 സ്ക്വയർ ഫീറ്റിലാണ് ഹൗസ് ഹോൾഡ് ഹോം അപ്ലയൻസസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാള പഞ്ചായത്തിലെ നിർധനർക്കായി ഹോം എക്സ്പ്രസിനെ സഹായ കൂപ്പൺ ചടങ്ങിൽ കൈമാറി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നൽകിക്കൊണ്ട് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ നവീകരിച്ച ഷോറൂം അഷ്ടമിച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഷോറൂമിനോട് ചേർന്ന് ഫസ്റ്റ് ഫ്ലോറിൽ 22,000 സ്ക്വയർ ഫീറ്റിലാണ് ഹൗസ് ഹോൾഡ് ഹോം അപ്ലയൻസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്ടമിച്ചിറ ഭാഗം എന്നത് ചങ്കുപെട്ട സ്ഥലമാണ്. ജനങ്ങൾക്ക് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോം എക്സ്പ്രസ് ഗ്രൂപ്പ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അവരുടെ എളിമയായ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് ഒട്ടനവധി പേർക്ക് ഇവിടെ കയറാനും കയറാനും വീടിൻ്റെ ഉപകരണങ്ങൾ വാങ്ങാനും വളരെയധികം സന്തോഷമാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ഇന്ന് 2ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ 22,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് പണിത് കഴിഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റുള്ള കടകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഉപകരണങ്ങളും നമുക്കിവിടുന്ന് വളരെ വിലക്കുറവിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിക്കപ്പോഴും തന്നെ ഇവിടെ ഭയങ്കര ഓഫറായിട്ട് കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ ഓഫറായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാള പഞ്ചായത്തിൻ്റെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവർക്ക് 200 പേർക്കുള്ള കുടുംബത്തിൻ്റെ സഹായവും നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് കൈമാറാനായിട്ട് സാധിച്ചു. നമ്മൾ ഓണത്തിന് അതേപോലെ അതിദരിദ്രപ്പെട്ട ലിസ്റ്റിലുള്ള കുടുംബങ്ങൾക്ക് നമുക്ക് അവർക്ക് ഒരു 500 രൂപയുടെ കിറ്റ് വീതം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം നമുക്ക് ആ സമയത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അതും നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അതിൻ്റെ ഇതുവരെ പൈസ നമുക്ക് അവിടെ നിന്ന് മാറി കൊടുക്കാൻ സാധിച്ചില്ല. അത് എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സഹായത്തിന് ഇവിടെ വരുമ്പോൾ അത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയല്ല ഇവരുടെ ഷോപ്പ് മറ്റത്തൂരുണ്ട്, അതുപോലെ വെള്ളിക്കുളങ്ങരയുണ്ട്. ഇനിയും കൂടുതൽ ശാഖകളായി ഉയർന്നുകൊണ്ട് പല സ്ഥാപനങ്ങളായി വളർന്നുകൊണ്ട് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ഇവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാള പഞ്ചായത്തിലെ നിർധനർക്കായി ഹോം എക്സ്പ്രസിന്റെ സഹായ കൂപ്പൺ കൈമാറി. കൂടാതെ ഇന്നു മുതൽ 26 വരെ അഷ്ടമിച്ചിറ, 3 മുറി, വെള്ളിക്കുളങ്ങര ബ്രാഞ്ചുകളിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ മെഗാ ഓഫർ സെയിലും ഒരുക്കിയിട്ടുണ്ട്. മാനേജ്മെന്റ് പ്രതിനിധി ജോസി ജിബുവിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കൂപ്പൺ ഏറ്റുവാങ്ങി. മാനേജിംഗ് പാർട്ണർ ചന്ദ്രമോഹൻ, മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക്, മാള. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാളയിൽ വാഹന അപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. മാള ടൗണിൽ ഫൊറോന പള്ളിക്ക് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് നിഗമനം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് കുറച്ചു സമയം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു.
മാള മെഡ്സ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ക്രിബ് നിർമ്മാണം, ക്രിസ്തുമസ് കരോൾ ഗാനാലാപനം, ക്രിസ്മസ് ട്രീ മേക്കിംഗ് മത്സരം, ക്രിസ്തുമസ് സ്റ്റാർ മേക്കിംഗ് മത്സരം എന്നിവ നടന്നു. വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ട് സമാപന ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CEO പ്രൊഫസർ ജോർജ് കോലംചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ആറ്റു സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, ഡോക്ടർ ഷാജി ജോർജ്, റിനോജ് ഏകാദർ തുടങ്ങിയവർ ക്രിസ്തുമസ് സന്ദേശങ്ങൾ നൽകി. പുത്തൻചിറയിൽ ശ്രീനാരായണ സേവാ സമാജം ആരംഭിച്ചു. അമരിപ്പാടം ഗുരുനാരായണ ആശ്രമം അധ്യക്ഷൻ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യർ നശിക്കുന്നിടത്ത് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഞങ്ങൾക്കുള്ള സഹായമാണുണ്ടാവും. ഈ പരിപാടിയെ വിളിച്ചപ്പം എനിക്ക് വേറെ പരിപാടികളൊന്നും പറഞ്ഞ് ഒഴുകി മാറാനൊന്നും അതുകൊണ്ടാണ്. വിധിഭാഷയുടെ നേതൃത്വത്തിൽ നല്ലൊരു പ്രവർത്തനം മൃതദേഹ മേഖലയിൽ കാഴ്ചവെക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിനുള്ള വരാൻ ബഷീർ സാറിനെ പ്രേരിപ്പിക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ തികച്ചും നല്ലൊരു പ്രവർത്തനം ഇവർക്ക് കഴിയട്ടെ ആശംസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന മുഖ്യ പ്രഭാഷകനെ കുറിച്ച് പക്ഷേ അറിയില്ലായിരിക്കാം. എന്തായാലും പ്രഭാഷണം കഴിയുമ്പോൾ ആ അറിവുകൾ മാറിയിട്ടുള്ളത് ഉറപ്പ് തന്നെയാണ്. സമാജം ചെയർമാൻ CK യുദി അധ്യക്ഷത വഹിച്ചു. ഗുരുദർശനം മാനവജീവനത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ MM ബഷീർ പ്രഭാഷണം നടത്തി. KR പ്രദീപൻ, ഷാജു നമ്പൂതിരി, രാജഗോപാൽ, TC രാജു, സജിത, അനിൽകുമാർ, ബേബി പപ്പൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്. KSRTC ബസ്സും ടെമ്പോ ട്രാവലറും കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇന്ന് രാവിലെ 11:15 അപകടം. കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും ശബരിമലയിൽ പോയി തിരികെ കോഴിക്കോട്ടേക്ക് പോയിരുന്ന ടെമ്പോ ട്രാവലറും മുന്നിൽ പോയിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്നവരെ 3 പീടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തീരക്കടലിൽ കമ്പനിക്കടവ് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഒളാട്ടുപുറത്ത് വീട്ടിൽ ഐജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗബ്രിയേൽ, എറണാകുളം പള്ളിപ്പുറം സ്വദേശി പനക്കൽ വീട്ടിൽ ടോമിയുടെ ഉടമസ്ഥതയിലുള്ള ഗമാലിയേൽ എന്നീ 2 ബോട്ടുകൾ മിന്നൽ കോമ്പിങ്ങിൽ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനക്കക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 3,24,600 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. 2 ബോട്ടിനും 2,50,000 രൂപ വീതം പിഴ ഈടാക്കി. എടത്തിരുത്തി അഖിൽ, പെരിഞ്ഞനം ഫസീല എന്നിവർ മയക്കുമരുന്ന് കടത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവ്. മയക്കുമരുന്ന് കടത്തിലൂടെ പ്രതികൾ അനധികൃതമായി സമ്പാദിച്ച 37,78,000 രൂപയിലധികം മറിപ്പുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തളിക്കുളം കൈതക്കൽ വെച്ച് 31.330 ഗ്രാം മെത്താഫിറ്റമിനുമായി എടത്തുരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശിനി കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫസീല എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കുന്നപ്പള്ളി ദേവരാജഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്ര മാറാട്ട് മഹോത്സവത്തിന് ഡിസംബർ 21 ഞായറാഴ്ച വൈകിട്ട് കൊടികയറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 23 ചൊവ്വാഴ്ച വൈകിട്ട് പഞ്ചാരിമേളം, തണ്ടിക വരവ്, ബുധനാഴ്ച വൈകിട്ട് ദേവിക്ക് പൂമൂടൽ, തണ്ടിക വരവ്, കാവടിയാട്ടം, 25 വ്യാഴാഴ്ച കാവടി മഹോത്സവം, 26 വെള്ളിയാഴ്ച എഴുന്നള്ളിപ്പ്, പള്ളിവേട്ട, 27 ശനിയാഴ്ച രാവിലെ ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിങ്ങനെയാണ് പ്രധാന ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ ഷാനിൽ ചൂളയ്ക്കൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി KA ബാബു, ധനേഷ് കണ്ണത്ത് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം. ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകണമെന്ന് കോടതി.
ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ വിലക്കയറ്റം തുടങ്ങി. മുട്ടയ്ക്കും ഇറച്ചിക്കും തൊട്ടാൽ പൊള്ളുന്ന വില. വൻതോതിൽ കേക്ക് നിർമ്മാണം നടക്കുന്നതും മുട്ടവില ഉയരാൻ കാരണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.